ദൈവം നൽകിയ അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I thank and praise God for God has given us one more day to praise Him and give Him all the glory, and I give all the glory to God. പ്രത്യേകിച്ച് റോവിനും കുടുംബവും പ്രിയ കുഞ്ഞും ഒക്കെ ആയിട്ട് കർത്താവിനെ സ്തുതിപ്പാൻ കുഞ്ഞിന് ഇച്ചിരി സിക്കായതുകൊണ്ട് വന്നില്ല. എനിവേ അവരായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. Especially we greet you, Brother Robin and Jamie are here, and also we greet you in this church. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ സജിൻ്റെ ബ്രദറിലോയ്ക്കൊരു വലിയ അപകടം ഉണ്ടായി. Especially last day, yesterday, our dear Sajjan brother-in-law got into an accident. ഇപ്പോൾ ICUവിലാണ്. ഇന്ന് രാവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് വെന്റിലേറ്ററിൽ നിന്ന് മാറി ഓർത്തോ ഡോക്ടർ വന്നാലേ മൾട്ടിപ്പിൾ ഫ്രാക്ചർ കാലിനും മറ്റ് ഹിപ്പിനും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് അറിയത്തില്ല. ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു, ലൈഫ് റിസ്ക് ആയിരുന്നു. ഇന്നലെ വൈകിട്ട് ഡോക്ടർ പറഞ്ഞത് 50-50 അങ്ങനൊരു പ്രയോഗമാണ് ഡോക്ടർ പറഞ്ഞത്. നമുക്ക് ആളെ തിരിച്ചു കിട്ടുമെന്നറിയില്ല. അങ്ങനെ വളരെ ക്രൈസിസിലായിരുന്നു, എല്ലാവരും വളരെ ദുഃഖത്തിലായിരുന്നു. ദൈവം നമ്മോടും പ്രത്യേകം ആ കുടുംബത്തോടും കൃപ കാണിച്ചു. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം കൊടുക്കേണ്ടതിന് തുടർന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Yesterday he fell from a second floor of the building and he got multiple injuries, and also they are not sure whether he has been suffering with any internal bleedings. He has been checked by ortho, and yesterday it was 50-50 chance whether he'll survive this thing. But now today morning I received the message he is actually transferred from the ventilator ICU to a room. Please continue to ICU തന്നെയാണ്. he is still in ICU. Please uphold him. He's feeling a little better, so please continue to uphold him and that whole family in your prayers. സജിൻ്റെ ബ്രദറിൻ്റെ പേര് ഷിജിൻ എന്നാണ്. ഷിജിൻ്റെ വൈഫിൻ്റെ വീട്ടുകാർ പലരും രക്ഷിക്കപ്പെട്ടവരല്ല. അതുകൊണ്ട് പ്രത്യേകം അവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. Sajin's brother-in-law's name is Shijin, and Shijin's wife's relatives are not all of them are born again, so please continue to uphold brother Shijin and his wife and the whole parents and Jisha all family. നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം കരങ്ങളെ ഒന്ന് കോർത്ത് പിടിക്കാമോ? Let us hold our hands together and കർത്താവേ, pray. എല്ലാവരും ഒന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച്. എത്ര പ്രയാസകരമായൊരു കാര്യമാണ് ഉണ്ടായത്. കർത്താവെ, അങ്ങ് ഞങ്ങളെ കൺമണി പോലെ സൂക്ഷിക്കുന്നല്ലോ, അതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് സഭയായി ഷിജിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയെ സ്നേഹിക്കുന്ന, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, കർത്താവിൻ്റെ നാമത്തെ സ്നേഹിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണല്ലോ നാഥാ. ഞങ്ങൾ സഭയായി പ്രിയ ഷിജിനായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അതിവേഗമോടുന്ന ദൈവകരം, ദൈവശബ്ദം, ദൈവശക്തി അയച്ച് പ്രിയ മകന് പൂർണ്ണമായ സൗഖ്യം അങ്ങ് നൽകണമേ. അത്ഭുതകരമായ വിടുതലിനെ കർത്താവ് നൽകണമേ. അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതെ വണ്ണം ദൈവ അത്ഭുതം ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസിയും പൈതലും അവരുടെ പ്രയാസങ്ങളിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കണമേ. അത്ഭുതകരമായ വിടുതലിനെ കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 3-4-5 വാക്യങ്ങൾ. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 3-4-5 വാക്യങ്ങൾ വായിക്കാമല്ലോ. The first letter of Peter, chapter 1, verses 3, 4 and 5. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനുമായി തന്നെ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. Blessed be the God and Father of our Lord Jesus Christ, who according to his great mercy has caused us to be born again to a living hope through the resurrection of Jesus Christ from the dead, to obtain an inheritance which is imperishable and undefiled and will not fade away, reserved in heaven for you, who are protected by the power of God through faith for a salvation ready to be revealed in the last time.
മതി. ഞാൻ വളരെ വേഗത്തിൽ ആ 3 വാക്യങ്ങളുടെ വിശദീകരണം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പോവുകയാണ്. I'm going to share the summary, sum and substance of these 3 verses. കഴിഞ്ഞ ആഴ്ച നമ്മൾ പൊതുവായിട്ട് എല്ലാ ദൈവമക്കൾക്കുള്ള 5 അവകാശങ്ങളെ പറ്റി വേഗത്തിലൊന്ന് ചിന്തിച്ചിരുന്നു. Last week we meditated the common grace or the common inheritance of all people. നമുക്കെല്ലാം ദൈവത്തെ അവകാശമായിട്ട് കിട്ടി. We all inherit God. നമുക്കെല്ലാം കർത്താവിനെ ജീസസിനെ അവകാശമായിട്ട് കിട്ടി. We all inherit Jesus Christ. നമുക്കെല്ലാം ആത്മാവിനെ അവകാശമായിട്ട് കിട്ടി. We all inherit the Holy Spirit. നമുക്കെല്ലാം രക്ഷ അവകാശമായിട്ട് കിട്ടി. We all inherit the salvation. നമുക്ക് തൻ്റെ രാജ്യം അവകാശമായിട്ട് കിട്ടി. We all inherited His kingdom. എന്നാൽ അതിൻ്റെ ആ സ്പെസിഫൈ ചെയ്ത് തീവ്ര വേദനയിലൂടെ പോകുന്ന അന്നത്തെ 1-ാം നൂറ്റാണ്ടിലെ സഭയോട് ചിതറിപ്പാർക്കുന്ന ആ അന്നത്തെ റോമ പട്ടണത്തിന് ചുറ്റും ചിതറിപ്പാർക്കുന്ന ദൈവമക്കളോട് അപ്പോസ്തലൻ വളരെ ദൈവാത്മാവിൻ്റെ പൂർണ്ണ നിറവോടെ പരിശുദ്ധാത്മാവിനാൽ എഴുതി പറയുകയാണ്, നമുക്കൊരു നിത്യ അവകാശമുണ്ട്. ആ അവകാശത്തിൻ്റെ പ്രത്യേകത അത് ക്ഷയമില്ലാത്തതാണ്, വാട്ടമില്ലാത്തതാണ്, മാലിന്യമില്ലാത്തതാണ്. അത് നമുക്ക് നൽകേണ്ടതിന് ദൈവം ക്രിസ്തുവിലൂടെ നമ്മെ വീണ്ടും ജനിപ്പിച്ചു എന്നാണ് ആ വാക്യത്തിന്റെ ടോട്ടൽ അർത്ഥം. The total meaning is we are being born again and we are reserved an inheritance that is imperishable and undefiled and will not fade away, which is reserved in heaven for those who are currently scattered across the region of Rome and who are being persecuted. മൂന്നാമത്തെ വാക്യം തുടങ്ങുന്ന എല്ലാവരും ശ്രദ്ധിച്ചാൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. The verse 3 is beginning like this: Blessed be the God and Father of our Lord Jesus Christ. ജീവിതത്തിൽ വളരെ പ്രതിസന്ധിയിലൂടെ പോകുന്ന സഭ, The church is going under severe persecution. നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ തീവ്രമായ പെർസിക്യൂഷൻ. The persecution was really severe, more അവരോട് than what we ലേഖനം imagined. എഴുതി തുടങ്ങുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. At that time he was beginning addressing that persecuted church. Blessed be the God and Father of our Lord Jesus Christ. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റുമോ? Are we able to say blessed be God when we go through severe trials of ജീവിതത്തിൽ tribulation? ക്രൈസിസ് സിവിയർ ഒന്നും വേണ്ട, ക്രൈസിസ് ചെറുതായിട്ടുണ്ടാവില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം എന്ന് പറയാൻ സാധിക്കുമോ? Are we able to give thanks when we go through at least some difficulty in our life? Praise the Lord. Hallelujah. വളരെ ബുദ്ധിമുട്ടാണല്ലേ. എന്നാൽ പത്രോസ് പറഞ്ഞു തുടങ്ങുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. It is very difficult though he is beginning and addressing this scattered group. Blessed be the God and Father of our Lord Jesus Christ. അവിടുത്തെ ആ 3 പ്രയോഗം കണ്ടോ? കർത്താവാണ്, യേശുവാണ്, ക്രിസ്തുവാണ്. 3 usage we can see. He is God, he is Lord, and he is Jesus Christ. യേശു കർത്താവാണ്, യേശു ജീസസ് ഇൻകാർണേറ്റഡ് നെയിം ഉണ്ട് അവിടെ, നമുക്ക് വേണ്ടി മരിച്ച മശിഹായാണ്. ഇങ്ങനെ 3 കാര്യം അവിടെ യേശുവിനെ പറ്റി പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. It is very specifically mentioned about the triune attribute. Jesus is the God and Jesus is the Lord and Jesus is the resurrected Christ. എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ, നമ്മൾ പോപ്പുലർ ആയിട്ട് കേൾക്കുന്ന ഒരു തെറ്റുണ്ട്, പോപ്പുലർ ആയിട്ടുള്ളൊരു തെറ്റ്. We usually listen to a popular wrong. ഇതാണ് നമ്മൾ എപ്പോഴും കേട്ടിട്ടില്ലേ. ഞാൻ ഈ കഴിഞ്ഞ ഫ്രൈഡേയിൽ ഓൺലൈൻ മീറ്റിംഗിന് പ്രസംഗിച്ചപ്പോൾ അവിടെയും ആ തെറ്റ് ആവർത്തിക്കുന്നത് കേട്ട് ഞാൻ തിരുത്തിയായിരുന്നു. A popular false saying I heard in the last Friday meeting too. യേശു നമ്മുടെ രക്ഷകനാണ്, പക്ഷേ യേശു നമ്മുടെ കർത്താവാണോ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? Usually people ask, Jesus is your savior, but is Jesus a Lord in your life? അങ്ങനെ നമ്മൾ കേട്ടില്ലേ. അങ്ങ് ചിലപ്പോഴൊക്കെ പ്രസംഗിക്കാൻ നേരത്തെ പറഞ്ഞു കേട്ടില്ലേ, യേശു കർത്താവാകണം നമ്മുടേതെന്നൊക്കെ. There are certain people who mention Jesus should be your Lord. പക്ഷേ അതൊരു പോപ്പുലർ, അതിനൊരു വിശദീകരണം ഞാൻ പെട്ടെന്ന് പറയാം. യേശുവിനെ ഒരുവൻ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ തന്നെ അവിടുന്ന് കർത്താവാണ് കേട്ടോ. Whenever a person received Jesus Christ as his or her savior, Jesus became the Lord of their life. യേശുവിനെ രണ്ടാമത് കർത്താവാക്കാൻ ക്യാമ്പ് നടത്തണ്ട, മനസ്സിലാകുന്നോ? We do not want to conduct a camp meeting to make our Lord Jesus as the Lord of his or her life. യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. We
believe Jesus as our Savior and Lord of our നമ്മൾ life. രക്ഷയിലേക്ക് വരുമ്പോൾ തന്നെ ഐ ആം റെഡി ടു ഒബേ യുവർ കമാൻഡ് എന്ന് കമ്മിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താണ് നമ്മൾ യേശുവിലേക്ക് വരുന്നത് തന്നെ. Whenever we receive Jesus or whenever we receive the salvation, we are committing Him as our Lord and Savior. യേശുവിനെ ലോഡ് ആക്കുന്നത് ഒരു സെക്കൻഡ് പ്രോസസ് അല്ല, യേശു രക്ഷയിൽ തന്നെ നമ്മുടെ ലോഡാണ്. In making Jesus as the Lord in our life is not a secondary process, but whenever a person is born again, he is getting Jesus as his Savior and as his Lord. അതായത് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ എൻ്റെ സകലതും അവന്റെ കീഴിലാണ് എന്ന ബോധ്യത്തിലാണ് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പെർസിക്യൂഷനിലെ ദൈവമക്കളോട് പീറ്റർ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവം. Amen. Whenever a person is born again, at that time itself, Lord Jesus is becoming his Savior and his Lord. That's why Peter is here addressing the persecuted group. Blessed be the God and Father of our Lord Jesus Christ. ലോർഡ് എന്ന് പറഞ്ഞാൽ ഹി ഈസ് സോവറിൻ വൺ എന്നാണ് അതിന്റെ അർത്ഥം. Lord, the meaning is he is the sovereign one. ജീസസ് എന്ന് പറഞ്ഞാൽ ഹി ഈസ് ദ ഇൻകാർനേറ്റഡ് വൺ എന്നാണ് അതിന്റെ അർത്ഥം. Jesus means he is the incarnated one. ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ he died on behalf of us എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. Christ means he died on behalf of me in that cross. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ജീവിതത്തിലും യേശു കർത്താവായ യേശു ക്രിസ്തുവിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യേണ്ട. He is our Lord Jesus Christ. Amen. Whenever we pray also in our prayer, we do not want to divide him in three, but we can clarify and say he is my Savior and my Lord and my Jesus Christ. വ്യക്തമായിട്ട് പറഞ്ഞാൽ യേശു ലോർഡ് അല്ലാത്തവൻ രക്ഷിക്കപ്പെട്ടതല്ല എന്നാണ് അതിന്റെ അർത്ഥം. If a person doesn't have Christ as his Lord, he is not at all truly born again. ഇവിടെ പറയുന്ന പദങ്ങൾ എത്ര? യേശുവിന്റെ പേര് പത്രോസ് ഒരുമിച്ച് എഴുതുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം. Lord Jesus Christ's name is very clearly mentioned in one sentence, God and Father of our Lord Jesus Christ. എന്നിട്ട് അവിടെ പറയുന്ന ഒരു മൂന്ന് പ്രയോഗമുണ്ട്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. മരിച്ചവരുടെ നിന്ന് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി എന്ന് പറഞ്ഞാണ് മൂന്നാം വാക്യം തുടരുന്നത്. Verse 3 is continuing like this, who according to his great mercy has caused us to be born again to a living hope through the resurrection of Jesus Christ ഈ from the ജനം dead. മരിക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. These group of people, scattered ഈ people, ജനത്തിന്റെ മേലെല്ലാം ക്യാപിറ്റൽ പണിഷ്മെന്റ് നീറോ ചുമത്തിയേക്കാണ്. Nero already gave a capital punishment to this ആ captive group. ജനത്തോട് ദൈവാത്മാ പറയുകയാണ്, അവൻ നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ് വിളിച്ചത്. Holy Spirit is exhorting to that group, you are called to a living hope. നമ്മുടെ പ്രത്യാശ ജീവനുള്ളതാകാൻ കാര്യം എന്താണെന്നറിയാമോ? Do you know why our hope is a living hope? അവിടെ എഴുതിയേക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാലാണ് നമ്മുടെ പ്രത്യാശ ജീവനുള്ളതായത്. Our hope became a living hope because our Lord Jesus resurrected from the dead. ഇന്നും നമ്മുടെ ഹോപ്പ് ജീവനുള്ളതാകാൻ കാര്യം നമ്മൾ ഉയർക്കുമെന്ന ഉറപ്പുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഹോപ്പിനെ ജീവനുള്ള പ്രത്യാശ എന്ന് വിളിക്കുന്നത്. Even today also we are calling our hope as a living hope because we have a strong assurance that we are going, all of us are going to be resurrected one day. എബ്രായലേഖനം 7:19 ഈ പ്രത്യാശയെ ഏറെ നല്ല പ്രത്യാശ എന്ന് വിളിക്കുന്നുണ്ട്. എബ്രായലേഖനം 7:19. Hebrews 7:19 we can see there this hope is called as a better hope. ആ ഏറെ നല്ല പ്രത്യാശ എന്ന് വിളിക്കാൻ നിങ്ങളെ വാക്യം മുഴുവൻ വായിച്ചാൽ മതി. അവൻ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് എന്ന് പറഞ്ഞാണ് ആ വാക്യം തുടരുന്നത്. We can see why that hope is being addressed as better hope, because that hope through which we are drawing near to എന്താ God. ദൈവത്തോട് നമ്മളെ അടുപ്പിക്കാൻ കാര്യം? നമ്മുടെ കർത്താവിന്റെ മരണമാണ്. ഞാൻ പറയുന്ന പദങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവിന്റെ മരണം നമ്മളെ ദൈവത്തോട് അടുപ്പിച്ചു. അതുകൊണ്ട് പ്രത്യാശയെ അവിടെ വിളിച്ചേക്കുന്ന പേര് ഏറെ നല്ല പ്രത്യാശ എന്നാണ്. The death of the cross, death of Jesus Christ on that cross made us to get closer and closer to be like Jesus. That's why that hope is called better hope. അങ്ങനെങ്കിൽ അവന്റെ മരണത്താൽ നമ്മുടെ പ്രത്യാശ ഏറെ നല്ല പ്രത്യാശയായി. Through his death,
Our hope became a better hope. അവന്റെ ഉയർപ്പിനാൽ നമ്മുടെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയായി. By his resurrection, our hope became a living hope. തീത്തോസിന്റെ ലേഖനം 2:12 ഈ പ്രത്യാശയെ പറ്റി മറ്റൊരു പ്രയോഗമുണ്ട്. Titus chapter 2 verse 12, this hope was another ആ saying. വാക്യം ഇങ്ങനെയാണ് തുടരുന്നത്: ഭാഗ്യകരമായ പ്രത്യാശയ്ക്കും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കും. Looking for the blessed hope and the appearing of the glory of our great God and Savior Christ Jesus. അങ്ങനെങ്കിൽ 3 പേര് പ്രത്യാശയെ പറ്റി അവിടെ വായിക്കുന്നുണ്ട്. So we can see 3 phrases for the hope. ഏറെ നല്ല പ്രത്യാശ, A better hope, ഭാഗ്യകരമായ പ്രത്യാശ, a glorious hope, പത്രോസിന്റെ ലേഖനത്തിനകത്ത് ജീവനുള്ള പ്രത്യാശ. and a living hope. അങ്ങനെങ്കിൽ നമ്മുടെ പ്രത്യാശ ഏറെ നല്ലതാകാൻ കാര്യം എന്നാണെന്നറിയാമോ? നമ്മുടെ കർത്താവ് മരിച്ചതാണ്. Why our hope is a better hope? Because our Jesus Christ, Lord, died for us. നമ്മുടെ പ്രത്യാശ ജീവനുള്ളതാകാൻ കാര്യം എന്നാണെന്നറിയാമോ? നമ്മുടെ കർത്താവ് ഉയർത്തതാണ്. Our hope is a living hope. Why? Because our Lord Jesus Christ is a resurrection. നമ്മുടെ പ്രത്യാശ ഭാഗ്യകരമായതാകാൻ കാര്യം നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നത് കൊണ്ടാണ്. Our hope is a glorious hope. Why? Because our Lord Jesus Christ is going to come back again. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ സഭ സന്തോഷത്തോടെ പറയണം: ഏറെ നല്ല പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ. So as a congregation, we need to be assured our hope is a better hope, and it is a living hope, and it is a glorious hope. Praise the Lord. Hallelujah. അവന്റെ മരണം, അവന്റെ ഉയർപ്പ്, അവന്റെ വരവ് എന്റെ പ്രത്യാശ ഗ്ലോറിയസ് ആക്കി. His birth, his death, and his resurrection made my hope a better hope. Praise the Lord. Hallelujah. ഇനിയും പത്രോസ് പറയുന്ന വാക്യം ഒന്നുകൂടെ നോക്കി, 3-ാം വാക്യം ഒന്ന് വായിച്ചേ. Again, let us turn that verse 3, chapter 1. Blessed be the God and Father of our Lord Jesus Christ, who according to his great mercy has caused us to be born again to a living hope through the resurrection of Jesus Christ from the dead. അങ്ങനെങ്കിൽ 3-ാം വാക്യം, adoring God for our inheritance. And he is adoring the glorious hope. അവിടുത്തെ പദം തുടങ്ങുന്നുണ്ടോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. And he is adoring by saying, blessed be the God and Father of our Lord Jesus അവിടെ Christ. ആ ബ്ലെസ്സഡ് എന്ന വാക്കിന്റെ അർത്ഥം, The meaning of the phrase blessed, നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ടല്ലേ? ബ്ലെസ് ദ ലോർഡ് പാടാറുണ്ടല്ലോ, ബ്ലെസ് ദ ലോർഡ്. we usually sing a lot of songs like bless the Lord, blessed be the name of the Lord. എന്താ ഈ ബ്ലെസ്സഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? What is the meaning of blessed? ബ്ലെസ്സിംഗ് ഗോഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? What is the meaning of blessing ആ God? ബ്ലെസ്സിംഗ് ഗോഡ് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം സ്പീക്കിംഗ് ഹൈലി ഓഫ്. And the meaning of blessing means we are speaking highly in honor of. Blessed God എന്ന് പറഞ്ഞാൽ അങ്ങ് എത്രയോ ഉയർന്നവനാണ്, അങ്ങ് എത്രയോ ഹൈലി ആണ്, എത്ര ഉയർന്നിരിക്കുന്നവനാണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. The meaning of blessed means whenever we say blessed, we are exalting and we are giving an honor for that blessed. By അങ്ങനെങ്കിൽ saying blessed. പത്രോസ് പറഞ്ഞു തുടങ്ങുകയാണ്, ഈ കഷ്ടതയുടെ നടുവിലും നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. So Peter was about to begin his address by addressing this group. Though you are going through severe persecution, let us begin our verses by adoring or exalting him. പ്രിയപ്പെട്ടവരെ, പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഏറി വരുമ്പോൾ ഈ ഒരു മാതൃക നമുക്ക് പിന്തുടരാം. Blessed be the name of our Lord Jesus Christ. So whenever we go through under severe trials or persecutions, let us also begin worshiping him, give all the exaltation to him, and praise and honor everything. Let us adore him through that. Praise the Lord. ഇതിനകത്താണ് അവരോട് പറയുന്നത്, മരിക്കാൻ നിൽക്കുന്നവരോടാണ്. നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 21 മുതൽ താഴോട്ട് വായിക്കാൻ നേരത്തെ അവിടെ പറയുന്നുണ്ട്, മരിക്കാൻ നിൽക്കുന്നവരോട് പറയുക, അത്ഭുത പ്രകാശത്തിൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കേണ്ടതിന് തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാകുന്നു. And here in chapter 2 verse 9 we can see that they are a chosen race, a royal priesthood, a holy nation, a people for God's own possession, so that they may proclaim the excellencies of him who has called you out of darkness into his marvelous light. പ്രിയപ്പെട്ടവരെ, ജീവൻ അപകടത്തിൽ നിൽക്കുന്നവരോട് പറയേണ്ട വാക്യമാണോ അത്? നിങ്ങൾ പറ.
Let us examine a group of people. They are expecting an impending death. Are these verses suitable to address them? ഇന്നത്തെ വ്യാജ പ്രസംഗകരും മുഴുവൻ താൽക്കാലിക ആശ്വാസമല്ലേ പറയുന്നേ? Currently, we are hearing a lot of temporary relief messages. ശരിയാണോ ഞാൻ പറഞ്ഞ കാര്യം? I believe that whatever I'm saying is right. നമ്മുടെ പ്രസംഗത്തിനകത്തെല്ലാം നീറോയ്ക്ക് നാളെ മാനസാന്തരം വരുമെന്ന, റൈറ്റ്? So usually ഞാൻ പറയുന്ന മാത്രമേ കേട്ടിട്ടുള്ളൂ, പുതുതായിട്ട് കേൾക്കുകയാണെന്നല്ല. our current preachers usually say those who persecute us, they need to be born again, and they are going to be. ഞാൻ പറഞ്ഞ ടോൺ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇന്ന് തന്നെ അങ്ങ് മാറും. ഇതാ നമ്മുടെ പ്രസംഗം മുഴുവൻ. Currently preachers actually comfort them. All the trials, all the tribulations are going to end today. പുറത്തു ട്രീറ്റ് ചെയ്യാണ്. And they are massaging outside. ജനത്തിന് ആന്തരികമായി വിടുതൽ ഉണ്ടാകുന്നില്ല. Congregation is not being internally healed. ഈ ലേഖനത്തിനകത്ത് അങ്ങനെ ഒരു വാക്യം പോലുമില്ല. We cannot see any such verses to make us to hear a comforting tone throughout this letter. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നീറോ ഈ പെർസിക്യൂഷൻ നിർത്തുവന്നോ, നാളെ നമ്മുടെ സഭ വളരുമെന്നോ അങ്ങനെ ഒന്നും പീറ്റർ പറയുന്നില്ല. Peter was not comforting them. Nero is going to stop. പീറ്റർ അവരെ ട്രൂത്ത് പറഞ്ഞുറപ്പിക്കുകയാണ്. Peter actually giving them the truth and strengthening them to stand for the truth and die for the truth. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, വ്യാജം കേട്ട് താൽക്കാലിക ആശ്വാസത്തിലേക്ക് പോകരുത്, ദൈവവചനത്തിലേക്ക് തിരിയണം. I want to encourage you all, do not listen to false hopes or false doctrines, but come back to the truth and stay. കേൾക്കുമ്പോൾ അല്പസുഖമായിരിക്കാം. Whenever you hear false teachings, ഇമോഷണലി നമ്മൾ ഫുൾഫിൽ ആയിരിക്കാം. it will be very good to hear emotion. വൈകാരികമായി സന്തോഷമായിരിക്കാം. Maybe we get an emotional happiness, absolute result. but there is no absolute truth or result in ഇവിടെ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. മരിക്കാൻ നിൽക്കുന്നവരോട് പറയുക, വിളിയെ ഓർക്കണം. And it's such a great truth. He has been addressing that group. They are saying that you are going to get a permanent happy truth. Praise the Lord. Hallelujah. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതാണ് ട്രൂത്ത്. This is the truth. Amen. Amen. Hallelujah. ഒരു പ്രൈസ് ദി ലോർഡ് എന്ന് പറയാമോ? Hallelujah. Hallelujah. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. Praise you, Jesus. Amen. ഇതാ സത്യം. മറ്റേത് തൊലിപ്പുറത്തൂടെ ട്രീറ്റ്മെന്റാ. Usually we are getting some external temporary reliefs. കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും, ഉറപ്പാണല്ലേ? Lord Jesus, surely He will comfort us. ഇന്നുവരെ നമ്മളെ ആശ്വസിപ്പിച്ചു. Until today, we are all being പക്ഷേ നമ്മുടെ പ്രൈമറി എയിം അതാകരുത്. But we should not give a primary importance for our നമ്മുടെ പ്രൈമറി എയിം ജീവനുള്ള പ്രത്യാശയായിരിക്കണം. Our primary aim should be a living hope. ഏറെ നല്ല പ്രത്യാശയായിരിക്കണം. A better hope. ഭാഗ്യകരമായ പ്രത്യാശയായിരിക്കണം. A glorious hope. കാര്യം തിരുവെഴുത്ത് അതാണ് പറയുന്നത്. So scripture is clearly mentioning about that hope. അങ്ങനെങ്കിൽ ആ വേദനയിൽ, ഏത് വേദനയിലും നമുക്കും തുടങ്ങാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. No matter how severe our persecution or trials are, let us all be able to utter the same sentence, blessed be the God and Father of our Lord Jesus Christ. മൂന്നാമത്തെ വാക്യത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അവകാശങ്ങൾ പറഞ്ഞു താഴ്ത്തു വരികയാണ്. And I told that verse 3, he is mentioning about their inheritance. അങ്ങനെങ്കിൽ ഒന്നാമത്തെ കാര്യം, മൂന്നാം വാക്യത്തിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, the source of our inheritance. And source of inheritance specifically mentioned in verse 3. എന്താണ് ആ വാക്യത്തിനകത്തെ സോഴ്സ് എന്നുള്ളത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവമാണ് സകല അവകാശത്തിന്റെ ഉറവിടം. What is the source of inheritance? Source of inheritance is the God and Father of our Lord Jesus Christ. അങ്ങനെയല്ലേ വാക്യം വായിക്കുന്നത്? അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സകല നന്മയുടെയും സകല ആശ്വാസത്തിന്റെയും സകല നിത്യാവകാശത്തിന്റെയും ഉറവിടം നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവമാണ്. So all of our comfort, everything is rooted and sourced from the God the Father. ഞാൻ ഇങ്ങനെ പറയാം, രക്ഷ നൽകിയത് ദൈവമാണ്. Salvation is given to us by വിശുദ്ധി നമുക്ക് നൽകിയ ദൈവമാണ്. Holiness is given by God. മഹത്വം പ്രാപിപ്പാനുള്ള മഹത്വം നൽകാൻ പോകുന്ന ദൈവമാണ്. Glorious hope also, he is going to give അങ്ങനെങ്കിൽ glory. ആ ഇൻഹെറിറ്റൻസിന്റെ സോഴ്സും ദൈവമാണ്. If that is so, the source of this hope also God. Praise the Lord. Hallelujah. നമ്മുടെ കർത്താവിന്റെ പിതാവായ ദൈവമാണ് സകലത്തിന്റെ ഉറവിടം. Source of inheritance is ultimately God alone. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും അവന്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം, അല്ലേ?
No matter the situation of our life, we can approach the throne of grace with that. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. He is the source of all our inheritance. Better to trust in the Lord than to trust in men. It is better to trust in the Lord than to trust in the lords. But it is better to give all the glory and honor. Blessed be the God. ഒന്ന്, adoring God in the midst of our crisis. Amen. Hallelujah. Hallelujah. രണ്ടാമത്തേത്, He is the source of all our inheritance. And He is the source of all inheritance. മൂന്നാമത്തേത് ആ വാക്യത്തിൽ തന്നെയുണ്ട്. അവിടുത്തെ ഒരു പ്രയോഗം കണ്ടോ? യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം എന്നൊരു പ്രയോഗം അവിടെ ഉണ്ട്. And we can see according to His great mercy. അങ്ങനെങ്കിൽ സോഴ്സ് ഗോഡ് ദ ഫാദർ ആണെങ്കിൽ ഈ ഇൻഹെറിറ്റൻസിന്റെ മോട്ടീവ് ദ മേഴ്സി ഓഫ് ദ ലോർഡ്. Amen. The motive of this hope is the mercy of the Lord. മോട്ടീവ് ഓഫ് ദ ഇൻഹെറിറ്റൻസ് ഈസ്. Amen. The motive of the inheritance is His mercy. എന്നെ ശ്രദ്ധിച്ചേ, ഇത് ഇച്ചിരി ടഫാണ്. ആ വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ അറിയാം. Amen. നമ്മളൊരു 50 times എങ്കിലും വായിച്ചാലേ അതൊന്നും മനസ്സിലാകത്തുള്ളൂ. These verses are really tough, and if we need to clearly understand, we need to repeatedly read this through. ദൈവവചനം ആദ്യ ശ്രദ്ധയോടെ വായിക്കുന്നില്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. Word of God is living. If we are not carefully reading, we cannot understand or comprehend anything. അവിടുത്തെ പറയാ ആ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം the motive of our inheritance is the mercy of the Lord. Amen. The motive of our inheritance is purely the mercy of our God. എന്താ ദൈവത്തിൻ്റെ കരുണ എന്ന് പറഞ്ഞാൽ? What is the meaning of His കരുണ എന്ന് പറഞ്ഞാൽ അർഹിച്ചത് നമുക്ക് തന്നില്ല എന്നുള്ളതാണ്. mercy? Means whatever we are being deserved, that we are not given. കൃപ എന്ന് പറഞ്ഞാലോ? What is the meaning of അർഹിക്കാത്തത് തന്നു. grace? The meaning is again we received undeserved thing. ഇത് നമ്മൾ വ്യത്യാസപ്പെട്ടിയോ? മേഴ്സി എന്ന് പറഞ്ഞാൽ അർഹിച്ചത് തന്നില്ല. Mercy means whatever we deserve, He didn't give us. ഗ്രേസ് എന്ന് പറഞ്ഞാൽ അർഹിക്കാത്തത് തന്നു. Grace means whatever we didn't deserve, He gave us. പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാലേ The meaning. നമുക്കെല്ലാം നരകമായിരുന്നു അവകാശപ്പെട്ടത്. We are all inherited by birth hell. നമുക്കെല്ലാം ശിക്ഷയായിരുന്നു അർഹിക്കപ്പെട്ടത്. We are all inherited punishment by കരുണാസമ്പന്നനായ ദൈവമോ അത് നമുക്ക് നൽകിയില്ല. by His mercy, greatest mercy, that merciful God didn't give us the deserving punishment. നമ്മളെല്ലാം ജനിച്ചപ്പോൾ തന്നെ നരകത്തിലേക്ക് യാത്ര ചെയ്തവരായിരുന്നു. When we came on this earth, we were all heading to the way of hell. പക്ഷേ കർത്താവ് നമ്മളെ വിളിച്ചു. But God called അതിന്റെ us. പേരാണ് അവൻ എന്നോട് കരുണ കാണിച്ചു. That is the meaning of God showed His abundant mercy. അങ്ങനെങ്കിൽ രക്ഷ നമ്മളോട് കാണിച്ച കരുണയാണ്. Salvation is a mercy showed towards us. സാന്റിഫിക്കേഷൻ അവൻ നമ്മളോട് കാണിക്കുന്ന കരുണയാണ്. Sanctification is also ഇതിനൊന്നും നമ്മൾ യോഗ്യരായിരുന്നില്ല. we are not deserving for അങ്ങനെങ്കിൽ ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്ത അവകാശം നമുക്ക് നൽകാൻ പോകുന്നത് അവന്റെ കരുണാധിക്യ പ്രകാരമാണ്. because of His great mercy, we are going to receive an inheritance which is imperishable and undefiled and will not fade away. നമ്മുടെ എല്ലാം കണ്ടീഷൻ മിസറബിൾ ആയിരുന്നു. Our conditions were miserable. The gospel is all about His mercy. Amen. The gospel is all about His mercy. The salvation is all about His mercy. Salvation is all Sanctification about His is all about His mercy. Amen. Hallelujah. Praise the Lord. Hallelujah. തന്റെ കരുണാധിക്യ പ്രകാരം, കരുണാധിക്യ His പ്രകാരം great mercy. നമ്മുടെ കർത്താവിന്റെ ഒരു പേര് അവൻ കരുണയുള്ളവനെന്നല്ലേ? We usually address Him a merciful ഞാൻ Father. കരുണയും ദയയുമുള്ളവൻ. He is saying that I am a God who has പോൾ compassion. വിളിക്കുന്ന കരുണാ സമ്പന്നനായ ദൈവം. We usually call a God who is abundant in His mercy. നമ്മുടെ കർത്താവിന്റെ സ്വഭാവം പറഞ്ഞേക്കുന്നത് ഞാൻ കരുണയിലല്ലോ പ്രസാദിക്കുന്നത്. One of His attributes, He was mentioned that I pleased with mercy. ഒരു പ്രവാചകൻ ഓൾഡ് ടെസ്റ്റമെന്റിൽ പറയുന്നുണ്ട് നിന്റെ കരുണ ആകാശത്തിന് മീതെ ഇരിക്കുന്നു. One Old Testament prophet mentioned that His mercy is above the heavens. നമ്മളെപ്പോഴും പാടുന്ന ഒരു പാട്ടിനകത്ത് അവന്റെ കരുണ രാവിലെ തോറും പുതിയതല്ലോ. We are singing a song and also represented in Lamentations. His mercy is new in the morning.
അങ്ങനെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് അവൻ്റെ കരുണാധിക്യ പ്രകാരം എന്നെ ജീവനുള്ള പ്രത്യാശയ്ക്ക് യോഗ്യരാക്കി. Blessed be the God and Father of our Lord Jesus Christ, who according to his great mercy has caused us to be born again to a living hope through the resurrection of Jesus Christ from the dead. ഈ കരുണയെപ്പറ്റി എൻ്റെ ഒരു ഫേവറേറ്റ് എഴുത്തുകാരൻ തോമസ് വാട്സൺ പറഞ്ഞൊരു കോട്ടുണ്ട്. One of my favorite writers, Thomas Watson, mentioned about mercy like this. ഇന്നേക്ക് 500 years ബാക്ക് ജീവിച്ചിരുന്ന ആളെ കേട്ടോ. He lived almost 500 years back. പ്യൂരിറ്റൻ ക്രിസ്ത്യനായിരുന്നു, പ്യൂരിറ്റൻ പാസ്റ്റർ He ആയിരുന്നു. was a Puritan preacher. ഈ പ്യൂരിറ്റൻ എന്ന് കേൾക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഓർക്കണം, അവരാണ് ഗോസ്പലായിട്ട് ഈ രാജ്യത്ത് പ്ലിമത്തിൽ ആദ്യം വന്ന ക്രിസ്ത്യൻസ്. Puritan, whenever you hear that, Puritan people came over this land with the gospel. ആ തോമസ് വാട്സൺ പറഞ്ഞൊരു വാചകമുണ്ട് ദൈവത്തിന്റെ കരുണയെ പറ്റി. Thomas Watson mentioned about a verse about mercy, God's mercy like this. God's holiness without mercy and his justice without mercy were terrible. God's holiness without mercy and God's justice without mercy is terrible. അദ്ദേഹം പറഞ്ഞതാണ്, when the water was bitter and the Israel could not drink, Moses cast a tree into the waters and then they were made sweet. How bitter and dreadful were other attributes of God, did not mercy sweeten them. Amen. ഓ എത്ര 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 സീരിയസ് ആണ്. ദൈവത്തിൻ്റെ കരുണയില്ലെങ്കിൽ ആ ദൈവം ടെറിബിൾ ആണ്. If our God doesn't show us mercy, his attribute is he is a terrible God. കൈപ്പുള്ള മാറായിലെ വെള്ളത്തെ ആ കൊമ്പ് മധുരമാക്കിയതുപോലെ യേശുവിൻ്റെ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സിനെ സ്വീറ്റൻ ചെയ്യുന്നതാണ് ഇത് mercy of the Lord. Amen. That Mara, that bitterness was turned into sweetness by a branch of a tree. Similarly, mercy is the thing which made our God's terrible attribute to show us mercy. Praise the Lord. Hallelujah. അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിച്ച ആ വാക്യം ഏത് ക്രൈസിസിലും blessed be the name of the Lord. Amen. Throughout the crisis we can He say, blessed be is the the Lord. source of inheritance. He is the source of His mercy is the motive of inheritance. and his mercy is the motive of our inheritance. അടുത്ത വാക്ക് കണ്ടോ, തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് വീണ്ടും ജനിപ്പിച്ചു. And we are reading like this, we are born again to a living hope. ഇംഗ്ലീഷിൽ അത് ആ ഓർഡറാണ്. മലയാളത്തിൽ അത് അല്പം ഓർഡർ വ്യത്യാസമാണ്. ഇംഗ്ലീഷിൻ്റെ ആ കൃത്യം ഓർഡറിൽ നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ പദം അവിടെ എല്ലാം ഉണ്ട്. And there is an order we can see when you go through the verses. അങ്ങനെങ്കിൽ അടുത്തത് നമ്മളോട് ചോദ്യം, എങ്ങനെ ഇൻഹെറിറ്റൻസ് പ്രാപിക്കാം? ഹൗ ക്യാൻ വി റിസീവ് ദിസ് ഇൻഹെറിറ്റൻസ്? Let me tell you, let me ask you a question. How can we inherit this inheritance? ഒറ്റ ഉത്തരവേ ഉള്ളൂ, Amen. വീണ്ടും ജനിക്കുക, വേറെ ഒന്നുമില്ല. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? Only one answer. അതിനായി അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. How can we inherit the inheritance? There is one answer. We need to be born again. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നന്മ പ്രാപിപ്പാൻ, അവൻ്റെ ഇറ്റേണൽ ഇൻഹെറിറ്റൻസ് പ്രാപിപ്പാൻ ഒറ്റ മീൻസേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ കരുണയാണ്. അതെങ്ങനാ ലഭിക്കുന്നതെന്നറിയാമോ? ബി ബോൺ അഗെയിൻ. Amen. There is only one thing, we can receive his abundance of mercy by being truly born again. നിങ്ങൾക്കറിയാമോ, ആത്മീയ കൂട്ടായ്മയ്ക്ക് താല്പര്യം ഇല്ലാത്തവർ ബോൺ അഗെയിൻ അല്ല. അതാണ് എൻ്റെ അർത്ഥം. Those who are not interested to have a fellowship, to pray or any fellowship, ദൈവവചനം വായിക്കാത്തവരും പ്രാർത്ഥിക്കാത്തവരും ബോൺ അഗെയിൻ അല്ല. those who are not interested to continue reading the word or to spend some time in prayer, they are not truly born again. ഇരുവായ്ത്തലയുള്ള വാള് പോലെ ഈ വാക്യങ്ങൾ അകത്ത് കയറണം. These verses should enter inside our mind like a double-edged sword. ആത്മീയ കാര്യത്തിൽ താല്പര്യമില്ലാത്തവൻ ബോൺ അഗെയിൻ ആണെന്ന് ബൈബിൾ പറയുന്നില്ല. We need to have a desire for spiritual matters. If we lack a desire to the matter of spiritual things, then we need to check our born again. സഭയ്ക്ക് വേണ്ടി കരയാത്തവൻ എങ്ങനെ ബോൺ അഗെയിൻ ആകുന്നേ? If we are not crying for the church of God, how can we truly say that I am true
born again. നമ്മുടെ ഇടയിൽ ഒരുവൻ ആത്മീയ കാര്യത്തിൽ തണുക്കുമ്പോൾ അവനെ പറ്റി വേദനയില്ലെങ്കിൽ എൻ്റെ അകത്ത് ആത്മാവുണ്ടെന്നുള്ളതിന്റെ തെളിവെന്താ? If one of us is turning back or falling back at that time, if we are not feeling sorry about that brother or sister, how can we truly say that I am truly born again? ക്ഷയം മാലിന്യം വാട്ടമില്ലാത്ത അവകാശം നമുക്ക് ലഭിക്കാൻ ഒറ്റ മാനദണ്ഡമുള്ളൂ: ബി ബോൺ അഗെയിൻ. In order to receive an inheritance which is imperishable, which will not fade away, an undefiled inheritance, only one source: we need to be born again. ദൈവവചനത്തിലൂടെ അല്ലാതെ ബോൺ അഗെയിൻ ആകത്തില്ല. We cannot be born again without the സ്വപ്നം scripture. കണ്ടാലും അനുഭവം ഉണ്ടായാലും അതൊന്നും ബോൺ അഗെയിൻ അല്ല. Though we had a revelation or a dream, or we may have a couple of experiences, but it doesn't matter. It will not be enough to be born again. ആത്മീയ കാര്യത്തിന് ഒരു താല്പര്യം ഇല്ലാത്തവൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് എങ്ങനെയാ പറയുന്നത്? How can we say if a person is not at all interested in any spiritual matters, how can we say that that person is truly born again? ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെ തുളച്ചു ചെന്ന് വേർതിരിക്കുന്നതുമാകുന്നു. The word of God is sharper than any double-edged sword, and it will pierce into our imaginations or our thoughts, and it can divide our soul and mind. Praise the Lord. Hallelujah. ഞാൻ ആ വാക്യത്തിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്നൊന്നും പറഞ്ഞില്ലല്ലോ. I haven't explained anything out of my pocket to explain that verses. നീറോയുടെ വാളിനിരയാകാൻ നിൽക്കുന്ന ദൈവമക്കളോട് പറയാ, ധൈര്യമായിട്ടിരിക്കണം. അവൻ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചതാ. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നേ. അതുകൊണ്ട് ഒരു പ്രതിഫലമുണ്ട്. അത് നീറോയ്ക്ക് എടുക്കാൻ പറ്റില്ല. അത് വാളിന് വെട്ടാൻ കഴിയത്തില്ല. അതിനെ ആർക്കും കവർന്നു കളയാൻ കഴിയത്തില്ല. അത് ക്ഷയമില്ലാത്തതാണ്, വാട്ടമില്ലാത്തതാണ്, മാലിന്യമില്ലാത്തതാണ്. So a group of people are standing by expecting death from the hand of Nero. To that group Peter was addressing them, stand firm and do not doubt, because you are going to get a permanent hope, a living hope you are going to receive, and be ready for that. നമ്മുടെ സെൽഫ് റൈച്ചസ്നെസ് ഒക്കെ ഒടയണം. We need to break our self righteousness. മനസ്സിലാവുന്നോ? നിക്കോദിമോസിന്റെ യേശുവിന്റെ അടുക്ക സംസാരിക്കാൻ വന്നപ്പോൾ ഭയങ്കര സെൽഫ് റൈച്ചസ് ആയിരുന്നു, റൈറ്റ്? When Nicodemus, the teacher, Pharisee, came to Jesus, he was so self-righteous. പക്ഷെ കർത്താവ് അവനോട് ചില കാര്യം പറഞ്ഞു. But Lord Jesus replied to him certain answers. നിക്കോദിമോസിന് ഒന്നും മനസ്സിലായില്ല. Nicodemus cannot comprehend what Jesus was explaining. അതിന്റെ അർത്ഥം ദൈവവചനം ഗ്രഹിക്കണമെങ്കിൽ born from above. If we need to truly understand the word of God, we need to be truly born again. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. My sheep listen to my voice and they follow me. ആടിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? What is the They delight in the words of Christ. A truly born again person, the delight will be learning and enjoying in the word of Christ. Praise the Lord. Hallelujah. Praise the Lord. എൻ്റെ ഉപദേശി ഇങ്ങനെയൊക്കെയാണോ പറയണ്ടേ? അതെ, ഇങ്ങനെ പറയണ്ടേ. Hallelujah. ശരിയാണോ? Hallelujah. Hallelujah. ഇത് ഞാൻ സ്റ്റേജ് വന്ന് പറയുന്നല്ല, ഇത് എൻ്റെ ജീവിതത്തിലുള്ളത് തന്നെയാണ്. I'm not just explaining by standing on this pulpit, but I am experiencing this in my personal life. Adoring God. Adoring God. He is the source of everything. Amen. He is the source. By His mercies, that is the only motive. His only motive. How we receive the inheritance. Amen. Only by born again. How can we receive this mercy? Only by truly born again. Hallelujah. കൈ പൊക്കിയാലും കാട് പൂരിപ്പിച്ചാലും ഉപദേശിക്ക് വരുമ്പോൾ ഫുഡ് കൊടുക്കുന്നതൊന്നും ബോൺ അഗെയിൻ്റെ സൈൻ അല്ല. അതൊക്കെ വേണം. പക്ഷേ that is not the sign written in the scripture. Amen. If we lift our hand or fill some cards or giving some food for the saints, that's all not the signs of a truly born again person. But truly born again, how can we receive it? By His pure mercy. രണ്ട് കാര്യങ്ങളുടെ വാക്യത്തിനകത്തുണ്ട്. And two more things in that verse. The nature of inheritance. And the nature of inheritance also mentioned there. അന്ന് ക്രൈസ്തവരെ കൊല്ലുന്ന പടയാളികൾക്ക് നീറോ
പ്രൈസ് പ്രഖ്യാപിച്ചായിരുന്നു. When that time Nero was giving certain prices for the soldiers who killed the saints. തന്റെ കൂടെ നിൽക്കുന്നവർക്ക് എക്സ്ട്രാ സാലറി ഉണ്ടായിരുന്നു. Whoever standing with the Nero the emperor, he was providing them extra money. നീറോയുടെ ലൈക്ക് കൂട്ടി നിൽക്കുന്നവർക്ക് പ്രത്യേക പൊസിഷൻ ഉണ്ടായിരുന്നു. All the people who is standing with Nero, they were privileged with certain position. അവർക്ക് പ്രയോറിറ്റി ജോലി കിട്ടിയിരുന്നു. They received certain priority in their career. രണ്ട് വിശുദ്ധരായ ഒരു ഗ്രൂപ്പ് സഭ, But a group of holy people, they were അവരോട് standing as a remnant. ആത്മാവ് സഭകളോട് പറയുക, The Spirit of the Lord is speaking to the church. ആ ഇൻഹെറിറ്റൻസിന് 3 നേച്ചർ ഉണ്ട്. That inheritance has 3 natures. എന്താണ് 5ാമത്തെ വാക്യം? ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്ത അവകാശം. ഇതാണ് ഇൻഹെറിറ്റൻസിന്റെ നേച്ചർ. The nature of inheritance is imperishable, undefiled, and will not fade away. എന്താ ഇംപെരീഷബിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം? What is the meaning of imperishable? നോട്ട് കറപ്റ്റബിൾ. It is not corruptible. It's not പെർമനന്റ് ആണെന്ന്. It's not being spoiled. It is a permanent. ഒരിക്കലും നാശമില്ല. It won't perish at any point ഇത് of പറയുമ്പോൾ time. ഓർക്കണം, അന്നത്തെ യഹൂദന്മാരുടെ ജെറുസലേം സിറ്റി 17 പ്രാവശ്യം ക്യാപ്ചർ ആയതാണ്. At that time, you should think that the Jerusalem city was captured almost 10 plus times. 17 times. 17 times. അവരുടെ കനാൻ നാട് പല പ്രാവശ്യം ക്യാപ്ചർ ആയതാണ്. The land of Canaan was also destroyed or attacked several times. ദൈവസഭയോട് പറയുക, നിങ്ങളുടെ അവകാശം നോട്ട് കറപ്റ്റബിൾ, But to that group, നോട്ട് പെരീഷബിൾ. നീറോയ്ക്ക് പിടിക്കാൻ കഴിയില്ല, ആർക്കും കവർന്നെടുക്കാൻ കഴിയില്ല. നമ്മുടെ അവകാശം ക്ഷയമില്ലാത്തതാണ്. to that group, he was giving an assurance. But our inheritance is different, which is imperishable, indestructible. 2, അൺഡിഫൈൽഡ്. And the second characteristics is undefiled. അൺഡിഫൈൽഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ അറിയാമോ? What is the meaning of undefiled? വിത്തൗട്ട് ഡിഫെക്റ്റ്. Without any defects or സിമ്പിൾ ആയിട്ട് blemish. പറഞ്ഞാൽ പാപത്തിന്റെ Sin. everything in this world is defiled Amen. and stained and touched by sin. Amen. Everything in this world. Amen. അവരോടാ പറയുന്നേ, ക്ഷയം, Amen. വാട്ടം ഇല്ല. And it is not have any wrinkles or any blemish. സോറി, മാലിന്യം ഇല്ല. എന്താ മാലിന്യം? Undefiled. It's pure പാപയേശാത്ത, and without any sin. ദുഷ്ടൻ തൊടാത്ത, Without even being touched ആർക്കും by- കവരാൻ കഴിയാത്ത, Nobody can take it away. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന It is kept in heaven. ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്ത നേച്ചറുള്ള അവകാശം. The inheritance which has these attributes, it will not fade away. It is not it is imperishable, and it is an undefiled one. There is moral leprosy that has corrupted everything in the world. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവകാശത്തിന് ഒരു മാലിന്യവും ഇല്ല. അതുകൊണ്ട് സന്തോഷത്തോടെ പോകാം. Amen. In this world, there is nothing which is pure or holy. But at that time, we are being reserved an inheritance which is undefiled, which will not fade away, and which is reserved in heaven for each one of us. ക്ഷയം, മാലിന്യം, Amen. വാട്ടം. എന്താ വാട്ടം ഇല്ലാത്തെന്ന് പറഞ്ഞാൽ? What is ആ the meaning? പദം ഉണ്ടല്ലോ, ഈ പൂവിൻ്റെ എതള് പൊഴിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരിക്കലും ഇല്ല. ഇറ്റ് ഈസ് ഓൾവേസ് ദെയർ. ഷൈനിങ് ആയിട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ദെയർ. It will not fade. What is the meaning? I can actually give a analogy like a flower's petal when it gets, ടൈം യൂസ്ഡ് ഫോർ ഫ്ലവേഴ്സ്. അത്ര മതി. yeah. Okay. പ്രൈസ് ദി ലോർഡ്. Hallelujah. Stotram. കൊഴിഞ്ഞു പോകത്തില്ല. It won't fade away or it won't be fallen. നമ്മൾ പത്രോസ് ഈ എപ്പിസോഡ് 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, തേജസ്സിന്റെ വാടാത്ത കിരീടം. വായിക്കുന്നില്ലേ? And we are reading in the same First Peter chapter 5. 5:4, There is a 5:4. 5:4. There is a crown of glory. തേജസ്സിന്റെ വാടാത്ത കിരീടം. A crown which is not fading away. It's a crown of glory. പ്രൈസ് ദി ലോർഡ്. Hallelujah. അങ്ങനെയെങ്കിൽ നമ്മുടെ അവകാശത്തിന് 3 നേച്ചർ എന്നാ? ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്ത അവകാശത്തിനായി അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. We are being born again to receive an imperishable, undefiled, and unfading hope. ഒറ്റക്കാരുടെ വാക്യത്തിനകത്തുണ്ട്, Stotram. One more thing in that verse. the security of our inheritance. Amen. The security of our inheritance is also mentioned there. എന്താ ഒന്ന് നോക്കിയ വാക്യത്തിനകത്ത് സെക്യൂരിറ്റി എന്നെ എഴുതിയേക്കുന്നതെന്ന്? What is the security written here in this verse? എന്താണ് എഴുതിയേക്കുന്നത് അറിയാമോ? Just reserve. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന
നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ. അങ്ങനെങ്കിൽ ഈ ഇൻഹെറിറ്റൻസിൻ്റെ ആ സേഫ് പ്ലേസ് എവിടെയാണെന്നറിയാമോ? ഇറ്റ് ഈസ് ഇൻ ഹെവൻ. And our inheritance is being stored in heaven. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാത്ത സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം. അങ്ങനല്ലേ യേശു പറഞ്ഞേ? കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാത്ത സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സൂക്ഷിച്ചോളുവീൻ. നിങ്ങളുടെ ധനം കൊണ്ട് സ്വർഗത്തിൽ സ്നേഹിതരെ സമ്പാദിക്കുവീൻ. വായിക്കുന്നില്ലേ? Our Lord Jesus exhort us to keep all of our inheritance or all of our savings in heaven, where there is, it won't be perishable. Praise the Lord. അവിടെ ഒത്തിരി കാര്യം പറയാനുണ്ട്. സ്വർഗത്തിൽ Protect. God is watching. In heaven, God is watching everything. ആർക്കും എടുക്കാൻ പറ്റില്ല. Nobody can stand. നീറോയ്ക്ക് പറ്റില്ല, പടയാളിക്ക് പറ്റില്ല, ഒരു ശത്രുവിനും പറ്റില്ല. It is before the eyes of the Lord. Amen. It is always before the eyes of the Lord. Why? Because it is kept in heaven. എന്നിട്ട് അവിടെ ഒരു കാര്യം പ്രത്യേകമുണ്ട്. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. Amen. There is a specific phrase, who are protected by the power of God through faith. അങ്ങനെയെങ്കിൽ ആ ത്രൂ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ വിശ്വാസത്താൽ. അതൊക്കെ എൻ്റെ അനുഭവം പറയാം. ഇതൊന്നും ആദ്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. What is the meaning എന്താ of വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി? വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു, അതുകൊണ്ട് ദൈവം എന്നെ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു തന്റെ ശക്തിയാൽ. Amen. What is the meaning of through faith? The meaning is we keep on. It is a present continuous process. We are keeping on our faith, and our salvation or our hope is also being protected by the power of God. Through faith, it is our part. Through faith is our part. ദൈവശക്തിയാൽ it is his part. By the power of God, that is his part. We are believing Christ is protecting. We are believing and Christ is protecting. Through faith, that is our part. Through faith is our part. Apart from faith, God doesn't keep you. എന്നാണ് വാക്കിന്റെ അർത്ഥം. Apart from faith, we cannot please God. Believing. Believing, keep on believing. ഒരു മാസം മുമ്പ് ഞാൻ പറഞ്ഞൊരു കോട്ടുണ്ട്. Enduring is the mark of true faith. Amen. 1 month ago, I said that enduring hardship is a mark of true faith. 3 വാക്യം ഒരുവിധ സഭയ്ക്ക് മനസ്സിലായോ? Hallelujah. Hallelujah. സ്തോത്രം. Amen. Adoring God. Stotram. Adoring God. യേശു മാത്രമല്ല, Lord Jesus Christ. Jesus is not Jesus alone, but he is the Lord and Savior. God the Father is the source. God the Father is the source His of our mercy is the motive. and his mercy is the motive. We will be only people, those who are born again can receive the inheritance. Amen. Hallelujah. The nature is ക്ഷയമില്ല, മാലിന്യമില്ല, വാട്ടമില്ല, security. We are believing God is protecting in heaven. Amen. The nature of the inheritance is it is undefiled. It will not fade away, and it is pure. And what is the assurance? Because it is being protected in heaven by our Father. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പറയാം, So we can assure ഏറെ നല്ല പ്രത്യാശ, it's a better hope. ഭാഗ്യകരമായ പ്രത്യാശ. It is a glorious ഞങ്ങളുടെ hope. കർത്താവ് ഉയർത്തതുകൊണ്ട് ജീവനുള്ള പ്രത്യാശ. Since he is our resurrected God, it is a living hope. കരവരുത്തി കർത്താവിനെ സ്തുതിക്കാമോ? Hallelujah. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. Amen. Hallelujah. Amen, amen, amen. ടെസ്റ്റിമണി പറയാനായിട്ട്